സംസ്ഥാനത്തെ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കടക്കാവൂർ കീഴാറ്റിങ്ങലിൽ അവയവം കടത്താൻ ശ്രമിച്ച കേസിൽ പരാതിക്കാരിയുടെ നിർണായക വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിനോട്. സുഹൃത്ത് രതീഷ് സുശീലൻ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവയവക്കടത്ത് മാഫിയയുടെ അടുക്കൽ യുവതിയെ എത്തിച്ചത്. അവയവദാനം ചെയ്യാനുള്ള രേഖകൾ കിട്ടാതെ വന്നപ്പോൾ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് രതീഷ് വാഗ്ദാനം നൽകി. രതീഷിന്റെ അമ്മയ്ക്ക് അവയവക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് അവയവക്കടത്ത് സംഘങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവയവക്കടത്ത് സംഘത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട യുവതിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ പെട്ടത്? ശരിക്കും ഏത് വർഷത്താണ്, ഏത് സമയത്താണ് സംഭവിച്ചത്? അതായത് 2023 ഞങ്ങളുടെ വീടുമായിട്ട് എന്നെ ഏറ്റവും അടുപ്പം ഒരു അമ്മ മക്കളെ പോലെ കഴിഞ്ഞ അവരാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ജോലി വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ എനിക്കൊരു ജോലി ആവശ്യമുണ്ടല്ലോ എന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് കൂടെ പോകുന്നു. കുഞ്ഞുനാളോട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ എത്തുകയും. അപ്പം ഞാൻ വെച്ചാൽ ഇത്രയും ലോങ് ചെല്ലുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ വൈറസിൻ്റെയൊക്കെ ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നെ അവിടെ കൊണ്ടുവന്നതെന്ന്. ഈ നിങ്ങളെ കൊണ്ടുപോയത് ആരാണ്? രതീഷ്. കൊച്ചിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്ര തവണ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോയി? അവൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. 4-5 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രതീഷ് ഇങ്ങനെ ഇത്തരത്തിലൊരു അവയവം ദാനം ചെയ്യാൻ, അത് കിഡ്നി ദാനം ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞില്ല. അവൻ പോലും പോകുന്ന ഇതിനാണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പം ഈ ഒരു വിഷയം അതിന് ശേഷം അപ്പോഴും ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ അവനെ എതിർത്ത്, എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴും അവൻ കൊടുത്തെന്ന് ഇപ്പോഴും ഞാൻ അറിയുന്നില്ല. ഈ ഒരു കേസ് അതിന് ശേഷമാണ് അറിയുന്നത് അവൻ ഇത് വിറ്റ് കാശായിരുന്നു. ഈ വർഷമാണോ ശരിക്കും ഈ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഈ വർഷമാണ് പോലീസിൽ കംപ്ലൈൻറ്റ്. കാരണം എനിക്ക് കാരണം ഈ വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിന് ശേഷമാണ് ഞാൻ എന്നിട്ടും പേടിച്ചിട്ട് ഈ വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത് രീതിയിൽ മാത്രമേ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തോളായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മ വഴിയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത്. ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? അമ്മയുടെ ഭാഗത്തുനിന്ന് അമ്മ ആദ്യം നല്ല സ്നേഹമായിട്ട് ഇടപെട്ട. കാരണം കൂടിപ്പോയാൽ മോന് വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതിക്കുള്ള സംസാരവും വീട്ടിൽ വന്ന് ആലോചന നടത്തി. കാരണം ഹസ്ബൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ഒപ്പ് വേണ്ട. കാര്യം കാശും കറക്റ്റ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ തന്നെ വരും. ആദ്യം സ്നേഹബന്ധമായിരുന്നു. പിന്നീട് ഇപ്പോൾ അമ്മയ്ക്കും മോനും ഒക്കെ വേണ്ടാണ്ടായി. കാരണം ദേഷ്യമായി. ഈ വർഷം എപ്പോഴാണ് രതീഷിൻ്റെ പേരിൽ ഇപ്പോൾ ഈ കടക്കാവൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? ഓഗസ്റ്റ് 15 ആണ് കൊടുക്കുന്നത് പരാതി. അന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ അവയവദാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല. കാരണം അത് അങ്ങനെയാണ്, അത് പറയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത് തന്നെ അതൊരു ഏത് ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു ഈ അവയവ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അപ്പോൾ സാറിനോട് ചോദിച്ച് ഇങ്ങനെ രതീഷിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് അതിൽ ഇയാൾക്ക് വല്ല ഉണ്ടോ അറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. ഇയാൾ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അവിടെയും ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. കാരണം എന്തെങ്കിലും ഇവരെന്നെ ഉപദ്രവിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല പോയിട്ടില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് ഇനി ഇയാളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, രതീഷ് എല്ലാം പറഞ്ഞു. ഏകദേശം 1 വർഷത്തോളമായി ഈ യുവതിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്താണ് രതീഷ്. 1 വർഷത്തോളമായി ഇവരുടെ ഈ അവയവം കടത്താനായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കടത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. എന്തായാലും യുവതിയുടെ ഈ അതിസാഹസികമായിട്ടുള്ള അവരുടെ ആ ധൈര്യം തന്നെയായിരുന്നു ഈ അവയവക്കടത്ത് മാഫിയയിൽ നിന്നും രക്ഷപ്പെടാനായത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ സോളമൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, കൊച്ചി കേന്ദ്രീകരിച്ചാണോ ഈ മാഫിയ പ്രവർത്തിക്കുന്നത്? നേരത്തെയും ഇത്തരത്തിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ വ്യാപകമായിട്ടുള്ളത് എന്നത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. ഈ നെടുമങ്ങാട് സ്വദേശിയുടെ അനുഭവം, തിരുവനന്തപുരം സ്വദേശിയുടെ അനുഭവം എന്താണ്? ഇതിലേത് രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്? വിനിത, കഴിഞ്ഞ 1 വർഷമായിട്ട് നീണ്ട ഒരു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ യുവതി ഈ സംഘത്തിൽ നിന്നും ഒളിച്ചോടി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ 2023 ജൂൺ മാസമാണ് യുവതിയുടെ സുഹൃത്തായിട്ടുള്ള ആറ്റിങ്ങൽ സ്വദേശി രതീഷ് സുശീലനാണ് യുവതിയെ ഈ മാഫിയ കടത്ത് സംഘവുമായി ബന്ധപ്പെടുത്തുന്നത്. യുവതിക്ക് ആദ്യഘട്ടത്തിൽ ഇതൊന്നും തന്നെ അറിയില്ലായിരുന്നു. യുവതിയെ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം നൽകിയാണ് ശരിക്കും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചിയിൽ മെഡിക്കൽ പരിശോധനകൾക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിവരം മാത്രം
മാത്രമാണ് ഇവരോട് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ മെഡിക്കൽ പരിശോധനകൾ നീണ്ടുപോയപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് 5-6 തവണയായിട്ട് ഇവർ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വന്നിരുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിലെ ടെസ്റ്റുകൾ അനുബന്ധിച്ച് വന്നതിന് ശേഷമാണ് ഡോക്ടർമാർ മുഖേനയാണ് ഈ വിവരം ഈ യുവതി അറിയുന്നത്. ഇതിനുശേഷം 2 ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം MRI അതുപോലെ തന്നെ CT സ്കാൻ അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് യുവതിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഉണ്ടാവുകയും ഈ സുഹൃത്തിനോട് ഈ വിവരം തിരക്കുകയും ചെയ്തത്. അന്നേരം ഈ യുവാവ് ഈ യുവതിയോട് പറഞ്ഞത് ഇത്തരത്തിൽ വൃക്ക ദാനം ചെയ്യാനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള വിവരം പറയുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ യുവതിക്ക് ഈ മാഫിയ കടത്തിൽ നിന്നും പുറത്തു വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ 2024 ഓഗസ്റ്റ് മാസം 15-ാം തീയതി കടക്കാവൂർ സ്റ്റേഷനിൽ ഈ യുവാവിനെതിരെ പരാതി കൊടുക്കുന്നത് വരെ വളരെ ബുദ്ധിപൂർവ്വമാണ് യുവതി ഈ സംഘത്തിനൊപ്പം കഴിഞ്ഞതെന്നുള്ളതാണ് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, പലപ്പോഴും മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിളിക്കുന്ന സമയങ്ങളിൽ ഇവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പല്ലുവേദനയും തലവേദനയും എന്ന് പറഞ്ഞ് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ ചികിത്സ വൈകിപ്പിച്ചത്. അത്തരത്തിൽ പല ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഇവിടെ വിനിത എടുത്തു പറഞ്ഞതുപോലെ തന്നെ ഈ അഭയക്കടത്ത് മാഫിയ സംഘം കഴിഞ്ഞ മെയ് മാസം വലിയൊരു റാക്കറ്റ് കൊച്ചിയിൽ പിടിക്കുകയുണ്ടായി. ഇതിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലാണ് കൊച്ചി, ബാംഗ്ലൂരു, ഡൽഹി, ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ദാതാക്കളെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രധാന കണ്ണിയായിരുന്നത് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ബെല്ലംകൊണ്ട രാം പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയെ കഴിഞ്ഞ ജൂലൈ മാസം എറണാകുളം റൂറൽ SP ആയിരുന്ന വൈഭവ് സക്സേന പിടികൂടുകയുണ്ടായി. ഇതിൽ കേരളത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇതുവരെ കേരളത്തിൽ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീറിൻ്റെ വൃക്ക മാത്രമാണ് ഈ സംഘത്തിന് ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വ്യക്തി മാത്രമാണ് ഇതിൻ്റെ ഇരയായിട്ടുള്ളൂ. ഇവിടെയാണ് ഈ കടക്കാവൂർ സ്വദേശിയായിട്ടുള്ള യുവതി അതിസാഹസികമായിട്ട് രക്ഷപ്പെട്ടതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അവർ ഈ സംഘത്തിൻ്റെ യഥാർത്ഥ എന്താണ് ഇവരുടെ ഉദ്ദേശ ശുദ്ധി എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സംഘത്തിൽ നിന്നും ഒളിച്ചോടിയത്. പക്ഷേ ഇവർ ആദ്യം തന്നെ ഇത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തും, കൊല്ലുമെന്നടക്കമുള്ള ഇതുണ്ടായിരുന്നു ഈ യുവാവിൽ നിന്നും. അതിനോടനുബന്ധിച്ച് ഇവർ കടക്കാവൂർ സ്റ്റേഷനിൽ ഈ ഓഗസ്റ്റ് 15-ന് പരാതി നൽകുന്നു. ആ പരാതിയുമേലാണ് വർക്കല ASP ആയിട്ടുള്ള ദീപക് ധൻകർ ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുകയും 10 ഒരു പ്രത്യേക 10 പോലീസുകാർ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 3 പേർ റിമാൻഡിലായിട്ടുണ്ട്. മലപ്പുറം വാളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നജുബുദ്ദീൻ, അതുപോലെ തന്നെ കൊട്ടാരം സ്വദേശിയുള്ള ശശി, ഇതുപോലെ രതീഷിനെ ഇതിൽ SC ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിൽ 2 പേരെ പ്രധാനമായും അറസ്റ്റ് ചെയ്ത ഈ നജുബുദ്ദീൻ അതുപോലെ തന്നെ ശശി അടക്കമുള്ളവരെ അഭയക്കടത്ത് നിരോധന നിയമപ്രകാരം IPC 370 സബ്സെക്ഷൻ 19 പ്രകാരമാണ് ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് അരുൺ സോളമൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അഭയക്കടത്തുമായി ബന്ധപ്പെട്ട റാക്കറ്റിൽ ആരായാലും അത് പിടികൂടിയേ മതിയാകൂ. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണെന്ന് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു.